തെരഞ്ഞെടുപ്പിൽ എറണാകുളം തൃപ്പൂണിത്തുറയിൽ എം ലിജുവിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയായിരുന്നു വിപിൻ സി വിജയൻ. വിപിൻ, താങ്കൾക്ക് തുടരാം. SKN അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഇദ്ദേഹം മാറുകയാണെങ്കിൽ, കെ ബാബു മാറുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും കേൾക്കുന്നത് എം ലിജുവിൻ്റെ പേരാണ്. എം ലിജു എറണാകുളത്ത് മത്സരിക്കാനെത്തുന്നു, തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ആ രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. അത് അനാരോഗ്യം കാരണം കെ ബാബു മാറുകയാണെങ്കിലാണ് അദ്ദേഹം 2 ദിവസത്തിനകം നേതൃത്വത്തോട് അതേ സംബന്ധിച്ചൊരു അഭിപ്രായം പറയും എന്നുള്ളതാണ്. രമേശ് പിഷാരടിയുടെ അടക്കം പേര് ഏറ്റവും കൂടുതൽ സജീവ പരിഗണനയിൽ നിന്ന ഒരു സ്ഥലം കൂടിയാണ് തൃപ്പൂണിത്തുറ എന്ന് ഓർക്കണം. എന്നാൽ മറ്റൊരു സ്ഥലത്ത് നിന്ന്, അതായത് സിനിമാ മേഖലയിൽ നിന്ന് ഒരാളെ പരിഗണിക്കേണ്ടതില്ല, സംഘടനാ തലത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരാളെ പരിഗണിക്കാം എന്നുള്ളതിനാണ് ഇപ്പോൾ മുൻതൂക്കം അവിടെ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഭരണം BJPക്ക് ലഭിച്ച ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ BJP ഒരു A ക്ലാസ് മണ്ഡലമായി കരുതുന്ന തൃപ്പൂണിത്തുറയിൽ അവിടെ KVS ഹരിദാസിൻ്റെയും ശിവശങ്കറിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകളാണ് BJP പരിഗണിക്കുന്നത്. M അനിൽകുമാർ, കഴിഞ്ഞ മേയറായിട്ടുള്ള M അനിൽകുമാറായിരിക്കും LDF സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്നുള്ള സൂചന കൂടിയുണ്ട്. അങ്ങനെ വലിയ വമ്പന്മാർ കൊമ്പ് കോർക്കുന്ന ഒരു മത്സരമായി തൃപ്പൂണിത്തുറയിൽ നടക്കും. അപ്പോഴാണ് പേരുകൾ ഇങ്ങനെ പലതായി മാറി വരികയും അതിൽ എം ലിജുവിൻ്റെ പേര് UDFൽ ഒരു പ്രഥമ പരിഗണന ലഭിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് കളമശ്ശേരി സീറ്റിനെ സംബന്ധിച്ചാണ്. അത് മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്. അത് കോൺഗ്രസ് ഏറ്റെടുക്കാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതിൽ മുഹമ്മദ് ഷിയാസിൻ്റെ ഉൾപ്പെടെ പേരാണ് അവിടെ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഇപ്പോൾ P രാജീവിൻ്റെ മണ്ഡലമാണ്. മന്ത്രിയിൽ നിന്ന് ഈ ഒരു മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ, LDFൽ നിന്ന് ഈ മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ ഒരു വിജയസാധ്യത നോക്കിക്കൊണ്ട് അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ കൊച്ചി സീറ്റായിരിക്കും മുസ്ലിം ലീഗിന് നൽകുക എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്ന സജീവമായ എറണാകുളത്തെ ചർച്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.